Happy birthday to you. Happy birthday to you. Happy birthday to you, dear Josie. Happy birthday to you. ഞാനതങ്ങ് മറന്നുപോയി. നീ മറന്നാലെന്താ, ഓർമ്മിപ്പിക്കാൻ ആൾക്കാരുണ്ടല്ലോ. അപ്പൊ പെട്ടെന്ന് കട്ട് ചെയ്യാം. ഒരാളോട് വരാനുണ്ട്. ഞാൻ ലേറ്റ് ആയോ ജോസി? ഏയ്, മുനിസിപ്പാലിറ്റി സൈറം പോലും ഇത്ര കറക്റ്റ് അല്ല. നീ വല്ലതും പറഞ്ഞോ? പഞ്ച്വാലിറ്റിയിൽ മാതൃകയാണ് സാറെന്ന് പറയായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ. എ സ്മോൾ ഗിഫ്റ്റ്. സ്മാളാണ് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയ. എടുക്കട്ടെ 2 ഗ്ലാസ് അച്ചാർ. നീ എവിടെ പോവാ? അല്ലേ അതല്ലേ? അപ്പൊ അതല്ല, പിന്നെ സമയം കളയണ്ട. വിശക്കുന്ന്, പെട്ടെന്ന് കേക്ക് കട്ട് ചെയ്താട്ടെ. ഉച്ചയ്ക്ക് നിന്നെയും കൂട്ടി ഓഫീസിൽ ചെല്ലാനാ സാറിന്റെ ഓർഡർ. ആരാത്? മനസ്സിലായില്ല. ഹാപ്പി ബർത്ത്ഡേ. പേടിക്കണ്ടതാ, എന്റെ അപ്പച്ചനാ. ആ താക്കൂലിങ്ങനെ എടാ, പ്രേതമൊന്നുമല്ല. അമ്മയോട് പോയി. ബർത്ത്ഡേ ആഘോഷമായിരുന്നല്ലേ? നിന്റെ മുഖത്തെന്തോ ഒരു സന്തോഷമില്ലാത്തത്. നീ അമ്മയൊന്ന് ഫോണിൽ വിളിച്ചേ? എന്ത് പറഞ്ഞാടാ ഞാൻ നിന്നെ സമാധാനിപ്പിക്കേണ്ടേ? കഴിഞ്ഞ 20 വർഷത്തേക്കാൾ വലിയ ഷോക്കായിരുന്നു അവളിവിടെ ഇല്ലാന്നറിഞ്ഞപ്പോ. ഞാൻ വാങ്ങാൻ ആഗ്രഹിച്ചിരുന്ന വീടായത്. അവൾ എനിക്ക് വേണ്ടി ജോസി പറഞ്ഞു ഇത് വാങ്ങാൻ നീയാ സഹായിച്ചെന്നു. ദൈവം നല്ലവനാടോ. അത്ഭുതമല്ലേ നടന്നത്? സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്ത അത്ഭുതം. പത്മ സ്വർഗത്തിലെന്ന് സന്തോഷിക്കുന്നുണ്ടാവും. അവസാനമായിട്ട ശബ്ദം ഞാൻ കേട്ടു. ഹലോ, ഞാനാ ജോൺ. 20 വർഷങ്ങൾ ഓർക്കുമ്പോ തലപെരുക്കുക. സിലോണില് ബ്ലൂസിയാൻ കമ്പനിയിൽ മറൈൻ എഞ്ചിനീയറായി ജോലി നോക്കുന്ന സമയം കപ്പല് 200 വാര അകലെ നങ്കൂരമിടുന്നതുകൊണ്ട് സാധാരണയായിട്ട് അതുവരെ
ടഗ്ഗിംഗ് ബോട്ടിലായിരുന്നു ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് ആ ദിവസം. ബോധം വരുമ്പോ ഞാനേതോ LTT ക്യാമ്പിലായിരുന്നു. അവർ എന്നെ അവരുടെ ജോലികൾക്കായി ഉപയോഗിച്ചു. മറ്റുള്ളവരെ അവർ ബന്ദികളാക്കി വിലപേശിയപ്പോ എന്റെ മരണവാർത്തയാണ് അവർ സ്ഥിരീകരിച്ചത്. കഠിന തടവിലും വേദനയായിരുന്നു അത്. പുറം ലോകം കാണാതെ, പുറം വാർത്തകൾ കേൾക്കാതെ, ഫോൺ ചെയ്യാൻ പോലും അനുവദിക്കാതെ 20 വർഷം. വേലുപ്പിള്ള പ്രഭാകരൻ കൊല്ലപ്പെട്ടു. പ്രഭാകരന് പുറമെ മകൻ ചാൾസ് ആന്റണിയെയും പൊട്ടു അമ്മനെയും വെടിവെച്ചു കൊന്നു. LTTയുടെ പ്രതിരോധം പൂർണ്ണമായി അവസാനിച്ചുവെന്ന പ്രസിഡന്റ് മഹീന്ദ രാജപക്സെ. ശ്രീലങ്ക സേനയുടെ ആക്രമണത്തില് സൈന്യം എന്നെയും ബന്ദിയാക്കി. സത്യാവസ്ഥ മനസ്സിലാക്കിയ അവർ ഇന്ത്യൻ എംബസിയുമായിട്ട് ബന്ധപ്പെട്ടു. എന്നെ ഡൽഹിക്ക് കൈമാറി. ശ്രീലങ്കയിൽ വെച്ച് ഇന്ത്യൻ എംബസിയിൽ നിന്ന് ഞാൻ പത്മയെ ഫോണിൽ വിളിച്ചത്. കണ്ണടച്ച വെടിയും പുകയെന്നാ പറയണേ. പാവം, മനസ്സിൽ നിന്നൊന്നും പോയിട്ടില്ല. അതിനിടയ്ക്കാണെങ്കിൽ പത്രക്കാരുടെ ഫോൺ വിളികളും പോലീസ് എൻക്വയറിയും. ഇന്നലെ ആൾ ശരിക്കൊന്ന് ചൂടായി. എനിക്കിപ്പോഴും അമ്മയെ ശരിക്കും മിസ് ചെയ്യണേ. ഡാ, അമ്മയുടെ പ്രാർത്ഥന എപ്പോഴും നിന്റെ കൂടെയുണ്ട്. നീ ധൈര്യമായിട്ടിരിക്കും. നിന്റെ അപ്പച്ചനെ നിന്റെ അമ്മ പറയാറുള്ള ആ പഴയ ജോൺ വർഗീസാക്ക് ഞങ്ങളുണ്ടാ കൂടെ.